24 മണിക്കൂർ ഇവൻ ഫുഡ് കഴിക്കാണ്ടിരിക്കുവായിരുന്നു. ഒരു രക്ഷയില്ല. അരച്ചോണ്ടിരിക്കുന്നത് രാവിലെ എന്നെ ചെയ്യുമെന്ന് എന്റെ അളിയാ എനിക്കറിയാൻ പാടില്ല. ഞാൻ വയറൊക്കെ ഭയങ്കര കട്ടിയായിട്ടിരിക്കുക. നല്ല വിശപ്പുണ്ട്. പോരാത്തതിന് ഈ ടൈമും കൂടിയാണ്. എത്ര 22 മണിക്കൂർ കണ്ടായി. ഇപ്പൊ ഇനി സത്യം പറയാൻ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ശരി കറക്റ്റ് 12 മണിയാകുമ്പോ കഴിക്കും. മനസ്സിലായോ? സത്യമായിട്ട് ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എന്തായാലും 24 hours നോ ഫുഡ് ചലഞ്ചാണ് ചെയ്യാൻ പോണത്. ഇന്നത്തെ ദിവസം നമ്മൾ വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. നമ്മൾ ഈ വീഡിയോ രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത് ഫുഡ് കഴിച്ചിട്ട്. പക്ഷെ അത് നടന്നില്ല. നമ്മൾ എന്തായാലും ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് കറക്റ്റ് 12 മണിക്കാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് നോക്കി അറിയാം, കറക്റ്റ് ഒരു 11:48 ആയിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് 12 മണിക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നാളെ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. പക്ഷെ ഇത് മണ്ടത്തരമാണ്. കാരണം എന്ന് വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്കും ആയിരിക്കും നല്ല വിശക്കണത്. സത്യം പറഞ്ഞ ഈ ചലഞ്ച് 24 മണിക്കൂറല്ല. ഞാൻ ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ 11 മണിക്കാണ്. അപ്പൊ ഇനി ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാൻ പോണത് നാളെ രാവിലെ 12 മണിയാകുമ്പോഴത്തേക്ക്, നാളെ ഉച്ചയാകുമ്പോൾ 12 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ പോണത്. മൊത്തം പറഞ്ഞ് 25 മണിക്കൂറുണ്ട് ഈ ചലഞ്ച്. ഇന്ന് നമ്മൾ കഴിച്ചേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കുറച്ച് മുമ്പ് കഴിച്ചതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചക്കപ്പുഴുക്ക് കഴിച്ച് മൊത്തത്തിൽ ഈ ഗ്യാസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് കഴിച്ചത്. കാരണം വെച്ചാൽ ഇത് കഴിച്ച് ആദ്യം തന്നെ നമ്മൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഭയങ്കര വിഷയമാവുമെന്നാണ് ഞാൻ കേട്ടേക്കണത്. വയറിന് ഭയങ്കര വേദന എടുക്കുന്നൊക്കെയാണ് കേട്ടേക്കണത്. അറിയാൻ പാടില്ല, തലവേദന എടുക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട്, എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്തായാലും നമ്മൾ കഴിച്ചേക്കണത് കുറച്ച് ചക്കപ്പുഴുക്ക് കഴിച്ച് പിന്നെ ഇത്തിരി ചോറൂട് കഴിച്ച് അങ്ങനെ വിഷയം വരാണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോറ് നോക്കിയപ്പോഴത്തേക്കും വീണ്ടും കിഴങ്ങേറിയാണ്. അപ്പൊ അവിടെയും പണിപാടി. ഈ വീഡിയോ സ്ക്രിപ്റ്റഡ് ആണോ നിങ്ങൾക്ക് സംശയം വരാൻ എന്തായാലും സാധ്യതയുണ്ട്. ഈ വീഡിയോ സ്ക്രിപ്റ്റഡ് അല്ലെന്ന് ഈ വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനുവേണ്ടി പല എലമെന്റ്സും ഈ വീഡിയോയ്ക്കകത്ത് ഉണ്ടായിരിക്കും. കാരണം ഈ വീഡിയോ എടുക്കുന്ന കേസ് വീട്ടിൽ ആർക്കും തന്നെ അറിയത്തില്ല. അപ്പം എനിക്ക് ഏറ്റവും വലിയ റിസ്ക് അതാണ്. കാരണം വീട്ടില് എനിക്ക് ഫുഡ് കഴിക്കാണ്ടിരിക്കാനും പറ്റില്ല. അപ്പൊ ആ കറക്റ്റ് സമയമാകുമ്പോൾ എനിക്ക് എങ്ങോട്ടേലൊക്കെ മുങ്ങണ്ടേയും വരും. ChatGPT എന്തായാലും നമ്മളെ നന്നായിട്ട് തളർത്തുന്നുണ്ട്. കാരണം തലവേദന, ക്ഷീണം, തലകറക്കം എല്ലാം വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതൊന്നും നമുക്കൊരു വിഷയമുള്ള കേസല്ല. നമ്മൾ എന്തായാലും ഇന്നത്തെ ദിവസം ഈ ചലഞ്ച് ഫിനിഷ് ചെയ്തിരിക്കും. നടക്കണ കാര്യമല്ല പറയടാ. നമ്മൾ ഇവിടെ ആയിരുന്നു നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ വീട്ടിൽ നോക്കുവാണെങ്കിൽ ഇത്തിരി തണുപ്പും ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. മോളിൽ പോയി കഴിഞ്ഞാൽ നല്ല വെയിലാണ്, വീടിൻ്റെ അകത്ത് നല്ല ചൂടുമാണ്. ഇപ്പൊ നോക്കുവാണെങ്കിൽ കറക്റ്റ് 12 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പൊ നമ്മുടെ കറക്റ്റ് ടൈമാണ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ചലഞ്ച് കയറിയിട്ട് എന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞു. വേറെ കേസ് 12:30 നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് പോവാണ്. നേരെ മുകളത്തെ വീട്ടിലോട്ട് പോവാണ്. ഉണ്ടല്ലോ ചേട്ടൻ ഇന്ന് വെള്ളം മാത്രമേ കുടിക്കുള്ളൂ, ഫുഡൊന്നും കഴിക്കണില്ല. ഒരു ചലഞ്ചാ. നിന്റെ അഭിപ്രായം എന്നാ? വിജയിക്കോ? അപ്പൂസാണ് വിജയിക്കോ? പിന്നെ അത് ശരി. പക്ഷെ നമ്മളിന്ന് ജയിക്കും. അമ്മ അച്ഛൻ മാത്രമേ ജയിക്കുള്ളൂ. ചോദ്യം എന്നാന്നറിയോ? ഇന്ന് നന്ദു ചേട്ടായിക്ക് മൊത്തം ടൈം കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ? പിന്നല്ല, ഒരു ചെയ്യിക്കാൻ്റെ വന്നേ നമ്മളത് ചെയ്തിരിക്കും. ഓക്കെ, അതിന്റെ അപ്പുറം ഇല്ല. ഇവനാണ് ഇന്നലെ ഞങ്ങളെ പെനാൽറ്റിക്ക് തോപ്പിച്ചേ. അയ്യോ തളർത്തി. ഇന്നത്തെ ദിവസം ഞാൻ ബിരിയാണി മാത്രമേ ചോദിക്കുന്നുള്ളൂ. തെറിയൊന്നും പറയരുത്. ഈ വീഡിയോ 10,000 പേര് കാണും, 20 പേര് കാണും. റിയാക്ഷനിലെല്ലാം ഉണ്ടല്ലോ ചേ. ചെയ്യാന്ന് പറഞ്ഞാ ചെയ്യണം. തെക്ക് വടക്ക് നടന്നു, സമയം പോണ്ടേ? വലിയ കുഴപ്പമില്ല, അറിയണ പോലും ഇല്ല. പിന്നെ ഒരു വിഷയമില്ല, വിശപ്പൊന്നും ഇല്ല. കുറച്ച് വൈകിട്ടൊരു മന്തി കഴിക്കാൻ പോയല്ല. എങ്ങനെയുണ്ട് മന്തി? 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മന്തി മയോണൈസ് ഒക്കെ കൂട്ടി. ഇപ്പൊ തന്നെ 1 മണിയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ 1 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സക്സസ്ഫുള്ളി. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് കുളിച്ചാലോന്നുണ്ട്. എന്തായാലും നമുക്ക് ആറ്റിപ്പോയി വല്ലതും കുളിക്കാം. ഇവിടെ നിന്ന് കുളിക്കാൻ ഇത് ഭയങ്കര ചൂടാണ്. നിങ്ങൾക്കറിയാലോ ഇപ്പൊ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ട് എന്തായാലും ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോവാം. എന്തായാലും ഇപ്പൊ നല്ല വെയിലാണ്.
കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉറങ്ങിയിരിക്കുമ്പോഴത്തേക്കും വിശപ്പോന്ന് അറിയില്ല. എന്തായാലും കുറച്ചു നേരം കിടന്നുറങ്ങാം, എന്നിട്ട് നമുക്ക് പോവാം. ഉള്ള ചലഞ്ചുകളൊക്കെ എടുക്കുമ്പോഴത്തേക്കും വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് എനർജി എങ്കിലും സേവ് ചെയ്യാം. വൈകുന്നേരം ആകുമ്പോൾ ഏതാ അവസ്ഥ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും ആറ്റി കുളിക്കാൻ പോവുകയാണ്. ആറ്റി കുളിക്കാൻ പോണ രംഗമാണ്. വെള്ളക്കുപ്പിയൊക്കെ ആയിട്ടാണ് പോണത്. നോക്കി നമ്മളിപ്പോൾ ഈ ചലഞ്ച് തുടങ്ങിയിട്ട് 2.25 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കറക്റ്റ് ഇതാ കാണുന്നുണ്ടോ കണ്ടോ? ഇത് പരിപാടി മൊത്തവും വെള്ളത്തിൽ തന്നെയാണ്. വെള്ളം കൂടി, വെള്ളത്തിൽ കിടക്കല്. പക്ഷെ ഇത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ചെറുതായിട്ട് മടുക്കാൻ സാധ്യത ഉണ്ടായിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ പറഞ്ഞു ഇപ്പോൾ ഒന്നും വിശക്കണില്ല, ഇത്ര നേരമായിട്ട് വിശന്നിട്ടില്ല. 2.25 മണിക്കൂർ കഴിഞ്ഞ്. അതുപോലെ 11 മണി എങ്ങോട്ടായപ്പോഴാണ് ലാസ്റ്റ് കഴിച്ചത്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ നിന്ന് പോകാൻ തുടങ്ങുവാണ്. ഇപ്പം 5 മണിയായി. സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നി 5 മണിയാകുമ്പോഴത്തേക്കും വിശക്കുമെന്ന്. അതുപോലെ തന്നെ 5 മണിയാകുമ്പോഴത്തേക്കും ഒടുക്കത്തെ വിശപ്പ്. അതായത് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പറ്റിയത് നമുക്ക് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. കേസ് എൻ്റെ പൊന്നേ മതി, ഒരു രക്ഷയില്ല. ഇപ്പം തന്നെ ഇങ്ങനെയാണ്. ഞാൻ ഇപ്പോഴും ആലോചിച്ചോണ്ടിരിക്കുന്നത് രാവിലെ എന്നെ ചെയ്യുമെന്ന്. എൻ്റെ അളിയാ, എനിക്കറിയാൻ പാടില്ല. ഞാൻ ആദ്യം ചിന്തിച്ചതെന്നു വെച്ചാൽ വെള്ളം കൂടി കുറയ്ക്കാമെന്നായിരുന്നു. 1 ബോട്ടിൽ വെള്ളമോ 2 ബോട്ടിൽ വെള്ളമൊക്കെ ആക്കാമെന്നായിരുന്നു. അയ്യോ, വെള്ളം കൂടി ഇല്ലായിരുന്നെങ്കിൽ. അമ്മച്ചേ, ഇപ്പൊ തന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒന്ന് വീക്കാവുകയാണ്. അയ്യോ, എങ്ങനെ ഇപ്പൊ അത് പറയണേ, ഒരു എനർജി കുറവ് പോലെ. അതാണ് ഇപ്പം മെയിൻ അവസ്ഥ. എന്താ വെച്ചാൽ എനിക്കിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാനും മടിയാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ വിഷയം. വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഇത്രയും കൂടി എനർജി ഉണ്ടായിരിക്കും. ഇപ്പോൾ പുറത്തോടെ നടക്കുമ്പോഴത്തേക്കും ഭയങ്കര വിഷയമാണ്. എണീക്കാൻ വയ്യ, കിടക്കാൻ നല്ല രസമുണ്ട്. എന്തായാലും ബാംഗ്ലൂരിലൊക്കെ ഇരുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് ഞങ്ങൾ ഒരു നേരമൊക്കെ ചിലപ്പോൾ കഴിക്കുള്ളൂ. അപ്പം അപ്പോൾ ഒന്നും വിഷയമില്ലായിരുന്നു. നാട്ടിൽ വന്നിട്ടാണോ എന്ന് എനിക്കറിയാം. ഞാൻ ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ 5 മണിയാകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വീക്ക്നെസ്. ചിലപ്പോൾ എന്നും നല്ല രീതിക്ക് ഫുഡ് അടിച്ച് ശീലിച്ചിട്ട് പെട്ടെന്ന് അതായിരിക്കാം. 6 മണി ആയേക്കുമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് വലിയ കുഴപ്പമില്ല. നമ്മളെന്തായാലും കുറച്ച് നേരം ഗ്രൗണ്ടിൽ പോയി ഇരിക്കാന്ന് ഓർത്തിട്ടാണ്. നോക്കി വെള്ളമൊക്കെ എടുത്ത് വെച്ചേക്കുക. എന്തായാലും നമുക്ക് ഒരു കുപ്പി വെള്ളം എടുത്തുകൊണ്ട് ഗ്രൗണ്ടിൽ പോവാം. ആദ്യമായിട്ട് വെള്ളമൊക്കെ ആയിട്ട് ഇപ്പോൾ ഗ്രൗണ്ടിൽ പോകണം. പണ്ടെങ്ങാണ്ട് വെള്ളമായിട്ടെങ്ങാണ്ട് ഗ്രൗണ്ടിൽ പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഗ്രൗണ്ടിൽ പോകാം ഗൈസ്. കുറച്ച് നേരം കളിയൊക്കെ കണ്ടിരുന്നിട്ട് അപ്പോൾ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് അതങ്ങ് മാറിക്കോളും. എനർജി പോകും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന. എന്നാലും വേറെ വഴിയില്ല, ഇങ്ങനെ ഇവിടെ നിന്ന് ചടയ്ക്കാൻ പറ്റിയല്ല. അങ്ങനെ നമ്മൾ വെള്ളക്കുപ്പി കൊണ്ടുവന്ന പോലെ തന്നെ വെള്ളക്കുപ്പി തീർന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും 7 മണിയായി. ചെറുതായിട്ട് ഏമ്പക്കമൊക്കെ വന്നു തുടങ്ങി. പക്ഷേ അത്ര ക്ഷീണമില്ല. നേരത്തെ എനിക്ക് ഭയങ്കര ക്ഷീണം വന്നായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ അത്ര വലിയ ക്ഷീണമില്ല. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചപ്പോഴത്തേക്കും കുഴപ്പമില്ല. ഈ വെള്ളം കുടിക്കും. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര ദൂരത്തേക്കും കുറേ വെള്ളം കുടിക്കും. അപ്പോൾ ഒരു സന്തോഷം കിട്ടും. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സോളിഡായിട്ടുള്ള ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര വിഷയമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ക്രീവിങ്സും ആവണം. അത് എന്തെങ്കിലും കഴിക്കണം. ഇപ്പോൾ ഒരു പരിപ്പുവടയോ, അയ്യോ ഒരുപാട് വലിയ സാധനങ്ങളുണ്ടോ, ഒരു പരിപ്പുവടയോ ഞാൻ ടേസ്റ്റ് ആയിരുന്നു. അയ്യോ, വീഡിയോ സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ള തോട്ടൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ എഫോർട്ടിൻ്റെ പരമാവധി ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാൻ ഫുള്ളായിട്ട് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വയറൊക്കെ ഭയങ്കര കട്ടിയായിട്ടിരിക്കുക സത്യമായിട്ടും. എനിക്ക് എന്താ പറഞ്ഞത്, പിന്നെ എനിക്കിപ്പോഴും കുറച്ച് എനർജി ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്കറിയത്തില്ല, ഞാൻ ഇത്തിരി കൂടി വെള്ളം കുടിച്ചു. വിശക്കുമ്പോൾ വെള്ളം കുടിച്ചു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ കുളിച്ചിട്ട് തൊടുപുഴ വരെ പോകാൻ പോവാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഇവിടെ ഇരിക്കുന്നേ ഇല്ല, ഞാൻ ഓടി നടക്കുക. ഇങ്ങനെ പറയണം, ഇത് മറ്റേ അതിന്റെ കുപ്പിയാണ്. നാളെ രാവിലെ 12 മണി വരെ ഇരിക്കും. നമ്മൾ വീട്ടിൽ വീണ്ടും വന്നേക്കുവാണ്. ഇത്തവണ വയറ് ശരിക്കും ഇവിടെ അച്ഛ കിടന്നുറങ്ങി. എന്തായാലും നമുക്ക് ഗേറ്റൊക്കെ പൂട്ടിയിട്ട് പോയി കിടന്നുറങ്ങാം. പക്ഷെ നല്ല വിശപ്പുണ്ട്. പോരാത്തതിന് ഈ ടൈമും കൂടിയാണ്. വീട്ടിൽ ഇരിക്കുമായിരുന്നു, ഇത്രയും വിഷയമില്ലായിരുന്നു. ഇതിപ്പോൾ ഓടി നടക്കില്ലേ, പിന്നെ എങ്ങനെയാണ്?
എന്തായാലും നമ്മളിപ്പോൾ ചലഞ്ച് തുടങ്ങിയിട്ട് 12 മണിക്കൂർ കഴിഞ്ഞു. ഒഫീഷ്യലി പറയുവാണെങ്കിൽ ഇപ്പം നമുക്ക് വലിയ കുഴപ്പമില്ല. എന്നാലും രാവിലെ ആകുമ്പോൾ പണി പാളും ഉറപ്പാണ്. കാരണം നല്ല വിശപ്പായിരിക്കും, ഉറപ്പ് കേസാണത്. അപ്പം രാവിലെ കാണാം. ബൈ ബൈ. നല്ല ഒരു ആർത്തി വരുവാണ്, ആർത്തി. എന്തായാലും കുറച്ചും കൂടി വെള്ളം കുടിച്ചിട്ട് കിടക്കാം. എന്തായാലും രാവിലെ ആകുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ഇതുമില്ല. എനിക്ക് 12 മണി വരെ, ഒരു 10 മണി വരെയൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. രാത്രി വന്നൊക്കെ വെള്ളം ഒഴിച്ച് കുടിക്കുന്ന അവസ്ഥ. ഗുഡ് മോർണിംഗ് ഗൈസ്. അയ്യോ എൻ്റെ പിന്നെ രാവിലെ തന്നെ ഭയങ്കര ക്രേവിങ്സ് ആണ്. അയ്യോ എന്തേലും കഴിക്കാൻ തോന്നുക. 9 മണിയായി. ഇനി നമുക്ക് 3 മണിക്കൂറും കൂടി ഉള്ളൂ. അയ്യോ ടോട്ടലായിട്ട് പറഞ്ഞ് 21 മണിക്കൂറായി. 21 സത്യം പറഞ്ഞാൽ 22 മണിക്കൂറായി. അത് വേറെ കാര്യം. എണീറ്റ് കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. സത്യം പറഞ്ഞ എന്തോ എണീക്കാൻ പറ്റുന്നില്ല. അയ്യോ എന്തായാലും കുറച്ച് നേരം കൂടി കിടക്കാം. നമുക്കെന്തായാലും പല്ല് തേക്കാം ഗൈസ്. ഇപ്പോൾ 9:30 എന്നിട്ട് ഇത്തിരി വെള്ളവും കൂടി കുടിക്കാം. ചോറല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും പുറത്തു പോയി കഴിച്ചോളാം. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ്. എവിടെന്ന് ഇവിടെ പോയി ഇരിക്കുവോ? എത്ര 22 മണിക്കൂർ കണ്ടായി. ഏറ്റവും വേവതി. ഇപ്പൊ ഇനി സത്യം പറഞ്ഞാൽ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഭയങ്കര വിശപ്പ്. സത്യമായിട്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ രാവിലെ ആയപ്പോഴത്തേക്കും ഭയങ്കര വിശപ്പ്. വിശക്കുന്നുണ്ട്, ഭയങ്കര ക്ഷീണമാണ്. ഭയങ്കര ക്ഷീണമാണ്. എന്ന് വെച്ചാൽ എത്രയും നേരമായതുകൊണ്ടാണ്. ഇനി എന്തായാലും 2 മണിക്കൂറുള്ളൂ. അത് ആലോചിക്കുമ്പോഴും സന്തോഷം. പക്ഷെ എന്നാലും എന്തേലും ഒരു ഇത്തിരി കട്ടിയുള്ള ഫുഡ് കിട്ടുവാണല്ലോ. വെള്ളം കുടിച്ചാൽ മടുത്ത്. എനിക്കിപ്പോൾ വെള്ളം വേണ്ട. 4-5 ലിറ്റർ വെള്ളം കുടിച്ച് ഉച്ചയ്ക്ക് വല്ല മന്തിയൊക്കെ കഴിക്കാന്ന് വിചാരിച്ചാൽ ഹെവി ആയിട്ടൊന്നും കഴിക്കത്തുമില്ല. ഹെവി ആയിട്ട് കഴിച്ചാൽ പണി കിട്ടും. സത്യം പറഞ്ഞാണ്ടല്ലോ 24 മണിക്കൂർ ഇവൻ ഫുഡ് കഴിക്കാണ്ടിരിക്കുവായിരുന്നു. കറക്റ്റ് 12 മണിയാകുമ്പോ കഴിക്കും. മനസ്സിലായോ? സത്യമായിട്ട് സത്യമായിട്ട് എല്ലാ ഭാവം ഇടാൻ പറ്റില്ല. കുറച്ചൊക്കെ ബീപ്പ് കയറ്റേണ്ടി വരും. കഴിക്കാൻ പോവാന്നേ. കറക്റ്റ് 12 മണിയാകുമ്പോ കഴിക്കും. സത്യമായിട്ട് കഴിക്കാൻ പോവാ. അത് മുട്ട കഴിക്കും. എന്തൊക്കെ ഇരിക്കണേ. തേങ്ങാക്കൊത്തായാലും മതി എനിക്ക്. എന്തായാലും സോളിഡ് ആയിട്ടുള്ള ഒന്നും ചെന്നിട്ടില്ല എത്ര നേരമായിട്ട്. എന്റെ പനെ കഴിക്കാൻ നോക്കാം. ഇതൊരു കഷ്ടമാണ്. രാവിലെ തുടങ്ങി തേരാ പാരാ നടക്കുവാണ്. പക്ഷെ അത്ര ക്ഷീണമില്ല ഇപ്പൊ. ഞാൻ പറഞ്ഞാലേ ഇനി 15 സെക്കൻഡോ 15 മിനിറ്റും കൂടി വേണ്ടേ ഉള്ളൂ. അത്രയൊക്കെ എന്നെ കൊണ്ട് എന്താണ് സാധിക്കും. അച്ഛൻ ചോറെടുക്കാൻ നോക്കുക. ചോറെടുത്തോ അച്ഛാ. ഇപ്പൊ കഴിയാൻ എടുത്തോ. 15 മിനിറ്റ് കൊണ്ട് എടുത്തോ. വേണ്ട ഞാൻ തന്നെ എടുക്കാം. കൂടിപ്പോയോ? കൂടുതൽ പോടാന്ന്. അതിനെന്താ ചോറിന് ഈ കിടക്കുന്ന ചോറായോണ്ടേ. ചോറൊന്നും പറ്റിയ കാര്യം പറഞ്ഞാ ഒഴിവാക്കി വിട്ടേക്ക് പറഞ്ഞു. അവനൊന്നും കൊടുക്കണ്ട. 4 നേരം ഫുഡ് കഴിച്ചാ. അത് ശരി. നിനക്ക് എന്നാ വേണ്ട ഇപ്പൊ? എന്നാ ഉണ്ട് ഇപ്പൊ കഴിക്കാൻ? ഇതേ ഉള്ളോ? മുട്ട മാത്രമേ ഉള്ളൂ? അല്ലെന്നെ തോരനാടാ വെച്ചിരിക്കുന്നു. തോരണ്ടോ? അടിപൊളി. ഗ്യാസ്. ചക്കക്കുരു ഒക്കെ. മുട്ട വേറെന്ത് വേണം? എന്നാലും അത് 2 കൂട്ടുള്ളൂ. ഉണ്ടോ ഉള്ളോ? പണി പാടിയില്ലേ ഇപ്പൊ? പപ്പടം വേണ? പപ്പടം 2 പൊള്ളിച്ചരാവോ? പൊള്ളിച്ചരാവോ? നീ കഴിക്കാൻ തുടങ്ങ. ഇല്ല, സമയമാവുന്നുള്ളൂ. പെട്ടെന്ന് പൊള്ളിക്ക്. അല്ല ഞാൻ പൊള്ളിക്കാം.
അതിന്റെ ഒരു എഫേർട്ട് നോക്കണേ. എന്തേലും പണിയായിട്ടാ വരുള്ളൂ. അതൊരു കാര്യമായിട്ട് അതെ, ഇത് പുതിയ ആള്, പുതിയ അതിഥി. കേരദാസിന്റെ ഒരു മകനെ കേരളാം. അതെ. 24 മണിക്കൂർ പട്ടിണി കിടന്നിട്ട് ചക്കക്കുരു വന്നേക്കണേ. നീ കഴിക്കടാ, ബ്ലോഗിൽ അതൊക്കെയാ വേണ്ടത്. അപ്പൊ നമ്മൾ ഇന്നലെ 12 മണിക്ക് തുടങ്ങിയത് ഇന്ന് കറക്റ്റ് 12 മണി ആയിരിക്കുകയാണ്. ഇതുവരെ ഒരു സാധനം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കറി ഇത്തിരി കൂടുതലുണ്ടോ, അല്ലെങ്കിൽ ചോറ് ഭയങ്കര കുറവാണ്. ഈ ചോറുണ്ടപ്പോൾ എനിക്ക് സ്വർഗം കിട്ടിയ ഫീലായിരുന്നു. ഗൈസ്, എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക, നിങ്ങൾക്ക് അറിയാവുന്നവർക്ക്. സോ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വരാത്തൊരു പ്രോബ്ലം ഉണ്ട്. ആർക്കെല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിൽ ഒന്നും കൂടി അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടി ഒന്ന് ഓളായിട്ട് സെറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അത്രയും സ്നേഹത്തോടെ ബൈ ബൈ ഗൈസ്.